നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. വിഭജനത്തിന് മുമ്പ് പാകിസ്ഥാനിലേക്ക് പോയവരുടെ പേരിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സ്വത്തുക്കളുടെ കൈവശക്കാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസ് നൽകി തുടങ്ങി. എനിമി പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ട ഭൂമിയിലെ കൈവശക്കാർക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള മുംബൈയിലെ എനിമി പ്രോപ്പർട്ടി കസ്റ്റോഡിയൻ ഓഫീസിൽ നിന്ന് നോട്ടീസ് നൽകിയത്. അസിസ്റ്റന്റ് കസ്റ്റോഡിയനായ പട്രീഷ ഫിയൽഹോയുടെ പേരിലുള്ള നോട്ടീസ് മുംബൈയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥൻ നന്നമ്പ്ര പഞ്ചായത്തിലുള്ള കൈവശക്കാർക്ക് നൽകി. 20 പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 28 പേരിൽ ബാക്കി വരുന്ന 8 പേർക്ക് ഇന്ന് നോട്ടീസ് നൽകും. താലൂക്കിലെ ഉദ്യോഗസ്ഥരെയും കൂട്ടിയാണ് നോട്ടീസ് കൈമാറുന്നത്. പാകിസ്ഥാനിലേക്ക് കുടിയേറിയതിനാൽ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടതാണെന്നും 1968 എനിമി പ്രോപ്പർട്ടി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം എനിമി പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അറിയിപ്പ് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ തെളിവ് സഹിതം ഓഫീസിലേക്ക് അറിയിക്കണം. നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി ലഭിച്ചില്ലെങ്കിൽ സ്വത്ത് ഓഫീസ് ഏറ്റെടുക്കുമെന്നും അറിയിച്ചാണ് നോട്ടീസ് നൽകുന്നത്. വിഭജനത്തിന് മുൻപും ശേഷവും പാകിസ്ഥാനിലേക്ക് പോയവരുടെ ഭൂമിയാണ് എനിമി പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നത്. ഇത്തരക്കാരുടെ ഭൂമിയും സ്വത്തും എനിമി പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2021 ഡിസംബർ 29 ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ A വിഭാഗവും B വിഭാഗവും ഉണ്ട്. A വിഭാഗം നിലവിൽ എനിമി പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. പാക് പൗരത്വമുള്ളവരുടെ പേരിലുള്ള ഭൂമിയാണിത്. പാക് പൗരത്വമുള്ളവരുടെ ബന്ധുക്കൾ കൈവശം വെച്ചു വരുന്നതാണ് B വിഭാഗത്തിൽ പെടുന്നത്. ഈ ഭൂമിയുടെ കൈവശക്കാർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകുന്നത്. മലപ്പുറത്ത് 27 പേരാണ് പാക് പൗരന്മാരായ ഭൂവുടമകളായിട്ടുള്ളത്. കുറഞ്ഞ സെന്റ് മുതൽ 2 ഏക്കർ വരെ ഭൂമിയാണ് ഇത്തരക്കാരുടെ പേരിലുള്ളത്. എന്നാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഓഹരി വെച്ചും കൈമാറ്റം ചെയ്യപ്പെട്ടും ഇപ്പോൾ 100-ലേറെ പേരുടെ കൈവശമാണ് ഉള്ളത്. വർഷങ്ങളായി നികുതി അടയ്ക്കുന്ന ഭൂമി എനിമി പ്രോപ്പർട്ടിയായി ക്രയവിക്രയങ്ങൾ തടഞ്ഞതും ഇപ്പോൾ നോട്ടീസ് വന്നതും കൈവശക്കാരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇറങ്ങിയ ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് നന്നമ്പ്ര വില്ലേജിലെ കുണ്ടക്കടവൻ മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഹമ്മദ് ഹസൻ, ആനയം ചിറക്കൽ ബീരാൻ, തച്ചറക്കൽ അഹമ്മദ് ഹാജി മകൻ അബ്ദുറഹ്മാൻ, കുളങ്ങര കുഞ്ഞാലി മകൻ അലവി, പുത്തൻ പീഡിയക്കൽ ആലസൻ മകൻ മുഹമ്മദ്, ആലയിൽ കുഞ്ഞാമത് ഹാജി മകൻ വീരാൻകുട്ടി, നിലാക്കടവത്ത് മൂസ, പുത്തൻ പീഡിയക്കൽ മരക്കാർ മകൻ മുഹമ്മദ്, നമ്പിടിപ്പറമ്പത്ത് കുഞ്ഞിമൊയ്തീൻ മകൻ കോയക്കുട്ടി, തിരൂരങ്ങാടി താലൂക്കിലെ പരപ്പനങ്ങാടി വില്ലേജിൽ പുളിക്കലകത്ത് കുഞ്ഞി മുഹമ്മദ് മകൻ കുഞ്ഞിക്കോയ, തിരൂരങ്ങാടി വെന്നിയൂരിലെ ചക്കപ്പറമ്പിൽ കോയ, തെന്നല വില്ലേജിലെ ചീരങ്ങൻ പോക്കർ മകൻ മമ്മുദു, തെന്നല വില്ലേജിലെ എടരിക്കോട് വൈദ്യക്കാരൻ പോക്കർ മകൻ മുഹമ്മദ് കുട്ടി, പറപ്പൂർ വില്ലേജിലെ ആനക്കായി കുഞ്ഞിമൊയ്യീൻ, പൊന്നാനി താലൂക്കിലെ അയിരൂർ വില്ലേജിലെ ആനോടിയിൽ അബ്ദുള്ള, തൃക്കണ്ണാപുരം വില്ലേജിലെ കുണ്ടത്ത് വളപ്പിൽ കുഞ്ഞാലൻ, പെരിന്തൽമണ്ണ താലൂക്കിലെ മേലാറ്റൂർ വില്ലേജിലെ കാട്ടുകണ്ടൻ തുണ്ണി ഹാജി മകൻ മുഹമ്മദ്, പാലൂക്കാരൻ അഹമ്മദ് കുട്ടിയുടെ മക്കളായ മുഹമ്മദ്, ഉണ്ണിമമ്മു, ഏറനാട് താലൂക്കിലെ പള്ളിക്കൽ വില്ലേജിലെ മണക്കടവൻ മൊയ്തീൻ കോയ, മണക്കടവൻ മാമു, മേൽമുറി വില്ലേജിലെ പുള്ളിയിൽ ആഹിൽ മുഹമ്മദ്, തിരൂർ താലൂക്കിലെ തലക്കാട് വില്ലേജിലെ കുന്നത്ത് പള്ളിപ്പറമ്പിൽ സൈനുദ്ദീൻ, മൊയ്തീൻകുട്ടി, KP കുഞ്ഞിതുട്ടി, മാറാക്കര വില്ലേജിലെ ചിറക്കൽ കുട്ടിയാലി, മേലത്തിൽ കുഞ്ഞി മുഹമ്മദ്, മയ്യേരി മുഹമ്മദ് മൊല്ല എന്നിവരുടെ ഏക്കർ കണക്കിന് ഭൂമിയാണ് പിടിച്ചെടുക്കലിന്റെ ഭാഗമായി എല്ലാ ക്രയവിക്രയങ്ങളും നികുതി ഇടപാടുകളും തടഞ്ഞിട്ടുള്ളത്. ഇവരിൽ ചിലർക്ക് കേന്ദ്ര സംഘം ഇതിനോടകം തന്നെ നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഭൂമി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് കൈവശക്കാർ. ജീവിത സമ്പാദ്യം ഉപയോഗിച്ച് സ്ഥലം വാങ്ങി വീട് വെച്ചവരാണ് ഭൂരിഭാഗം പേരും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗം തേടി നെട്ടോട്ടത്തിലാണ്. കേന്ദ്ര സർക്കാർ നടപടിയായതിനാൽ MP-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയം B കാറ്റഗറിയിൽ ആയതിനാൽ സൂക്ഷ്മ പരിശോധന നടത്തുകയാണെന്നും തങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് നോട്ടീസ് നൽകാനെത്തിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.